ജൈവവൈവിധ്യ കലവറയാണ് കണ്ടൽക്കാടുകൾ. തീരദേശത്തിന്റെയും ഭൂമിയുടെയും കാവൽക്കാർ എന്നും കണ്ടൽക്കാടുകളെ വിശേഷിപ്പിക്കാറുണ്ട്. 2004 സുനാമിക്ക് ശേഷമാണ് കണ്ടൽക്കാടുകളുടെ പ്രാധാന്യം ശരിക്കും സാധാരണക്കാർക്കിടയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അപൂർവവും എന്നാൽ മനോഹരവും സമൃദ്ധവുമായ ഈ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്തവരിൽ ഒരാളാണ് കണ്ണൂരിലെ ഡോക്ടർ ശ്രീജ. കണ്ടൽ ചെടികളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞതിനാലാകാം ടീച്ചർ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ആരംഭിച്ചു. ഇന്നിപ്പോൾ പരിസ്ഥിതിക്ക് നിർണായകമാകുന്ന കണ്ടുപിടുത്തങ്ങൾക്ക് പുറകെയാണ് ഡോക്ടർ ശ്രീജ. കണ്ടൽക്കാടുകളിലെ ശ്വസനവേരുകളിൽ ഒട്ടിപ്പിടിച്ചു വളരുന്ന ആൽഗകളിലെ കാർബൺ എന്ന വിഷയത്തിൽ ഗവേഷണത്തിൽ ഗൈഡാണ് ടീച്ചർ. WTA എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് നമ്മുടെ കോളേജിന് ഒരു MOU ഉണ്ട്. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ നഴ്സറിനെ കുറിച്ചുള്ളൊരു പ്ലാനിങ് ആലോചിക്കുന്നത്. കാരണം പലരും പല തരത്തിൽ കണ്ടൽക്കാടുകൾ പല സ്ഥലത്ത് വെച്ച് പിടിപ്പിക്കും. പക്ഷേ ഓരോ സ്ഥലത്തിനും അതിൻ്റെ ജോഗ്രഫിക്ക് അനുസരിച്ച് രീതിയിലുള്ള കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കണം. പല സ്പീഷീസ് ഉണ്ടെങ്കിലും ഉപ്പുവെള്ളം ഗാഢത കൂടിയതിനനുസരിച്ച് ഒരു സ്പീഷീസ്, കുറഞ്ഞതിനനുസരിച്ച് വേറെ, അങ്ങനെ അത് നമ്മൾ അറിയണം, തിരിച്ചറിയണം. അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ ഇതിനെ സമീപിക്കണം എന്നൊരു തോന്നലുണ്ടാവുകയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ കോളേജിലും WTAയുടെ അണ്ടറിൽ ഒരു നഴ്സറി കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ചത്. കഴിഞ്ഞ ഒരു വർഷം ഞങ്ങൾ നട്ട് പരിപാലിച്ച ചെടികളൊക്കെ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചു. പക്ഷേ കണ്ണൂർ ജില്ലയിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കണ്ടൽ ചെടികളുണ്ട്. അതിൽ ഒരെണ്ണമാണ് ലുംനിറ്റ്സിറ റെസിമോസ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ ചെടി ഇന്ന് വളരെ അപൂർവം 1-2 കാണാനായെങ്കിലായില്ലെങ്കില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന തന്നെ പ്രവർത്തനങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടൊന്നുമില്ല. അത് കളക്ഷൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ രോഗങ്ങളെക്കാളും കൂടുതൽ ഇതിന് തീ വെച്ച് നശിപ്പിക്കുക, ഇതിനെ കെമിക്കൽസ് അടിച്ചുകൊണ്ട് ഇതില്ലാതാക്കുക, അങ്ങനെ പതുക്കെ സ്വകാര്യ വ്യക്തികൾ അവരുടെ സ്ഥലത്ത് നിന്ന് ഇതിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. ഈ വിഷയത്തിന് കീഴിൽ 3 വിദ്യാർത്ഥികൾ ഗവേഷണം നടത്തുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകി ഒപ്പം പ്രവർത്തിക്കുകയാണ് പി. ശ്രീജ. കണ്ടൽക്കാടിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത് ഫസ്റ്റ് ഇയർ നമ്മൾ ഭൂമിത്ര സേന ക്ലബിൻ്റെ ഭാഗമായിട്ട് ശ്രീജാമസിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ കൂടുതലായിട്ട് എക്സ്പീരിയൻസും മാൻഗ്രൂവ് എങ്ങനെയാണെന്നുള്ളതും മനസ്സിലായത് ഈ ഒരു ആഡ്-ഓൺ കോഴ്സിനെ കൊണ്ടാണ്. ഇപ്പോൾ നമ്മളിതൊരു ആഡ്-ഓൺ കോഴ്സായിട്ട് തന്നെ മിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാൻഗ്രൂവ് കൾട്ടിവേഷനും മാൻഗ്രൂവ് നഴ്സറി മാനേജ്മെൻറ്റും എങ്ങനെയാണ് മാൻഗ്രൂവ് വളരുന്നതെന്നും ഇതിൻ്റെ കുറച്ച് ഫീൽഡ് ട്രിപ്പിൽ ആ ഫീൽഡ് കണ്ട് പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതും. മണ്ണിലെയും വെള്ളത്തിലെയും രാസവസ്തുക്കളെയും വിഷാംശങ്ങളെയും കണ്ടൽ ചെടികൾ എങ്ങനെ അതിജീവിക്കുന്നുവെന്ന് പഠനത്തിലൂടെ കണ്ടെത്താനാകും. കൂടാതെ കണ്ടൽ ചെടികളുടെ പോഷക ചക്രത്തിൽ വരുന്ന മാറ്റങ്ങളും മൈക്രോപ്ലാസ്റ്റിക് സൃഷ്ടിക്കുന്ന ആഘാതങ്ങളും പഠനവിധേയമാക്കുന്നുണ്ട്. ഈ വിഷയങ്ങളിൽ ഗവേഷണം പൂർത്തിയായാൽ അത് പരിസ്ഥിതിക്ക് വലിയ നേട്ടങ്ങളുണ്ടാക്കും. ഇതിനായി ടീച്ചർ തന്നെ മുൻകൈയെടുത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ സർ സയ്യിദ് കോളേജിലെ ബോട്ടണി വകുപ്പിന്റെ ആഡ്-ഓൺ കോഴ്സായി മാൻഗ്രൂവ് നഴ്സറി മാനേജ്മെന്റ് കോഴ്സും ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഗവേഷണത്തിന് സഹായകമാണ്. ഇതിന്റെ ഭാഗമായി വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കണ്ടൽ പ്രൊജക്ടുമായി ചേർന്ന് കോളേജിൽ തന്നെ 5000-ലധികം തൈകൾ വളർത്തുന്ന കണ്ടൽ നഴ്സറിയും ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ ഡോക്ടർ കതിരേഷനാണ്. കോളേജുകളിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് താൽപര്യമുള്ള വിഷയം യൂണിവേഴ്സിറ്റിയോട് ആഡ്-ഓൺ കോഴ്സായി നിർദ്ദേശിക്കാൻ സാധിക്കും. അങ്ങനെ ഡോക്ടർ ശ്രീജ നിർദ്ദേശിച്ച കോഴ്സാണിത്. കുട്ടികൾക്കൊപ്പം മുൻകൈയെടുത്ത് ടീച്ചറും വേണ്ടതെല്ലാം ഒരുക്കി നൽകുന്നുണ്ട്. ETV ഭാരത്, കണ്ണൂർ.